നമസ്കാരം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? നമുക്കറിയാം നമ്മുടെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ശരിക്കും നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയുള്ളതാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല എന്ന് പറയേണ്ടി വരും. കാരണം തുടർച്ചയായ മഴയും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഒക്കെ കൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ക്ലീനിങ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അത് മാത്രമല്ല പ്രധാനപ്പെട്ട കാരണം. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കണമെന്ന് നമ്മൾ കരുതിയാൽ ഉടൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഒഴിവ് കഴിവുകൾ മനസ്സിലേക്ക് വരും. അതായത് നമ്മളിപ്പോൾ ചെയ്താൽ ആ പണി തീരില്ല, അത് മാത്രമല്ല ഇപ്പൊ അതിനുള്ള സമയമില്ല, അല്ലെങ്കിൽ മഴയാണ്, അല്ലെങ്കിൽ വെയിലാണ്, അല്ലെങ്കിൽ മഞ്ഞാണ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇത് വാസ്തവത്തിൽ മടിയാണ്. ഈ മടി എന്ന് പറയുന്നത് തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്തു തുടങ്ങിയാൽ പിന്നെ മടിയില്ല. അപ്പൊ ഈ മടി മാറ്റാൻ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അതിനൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് നമ്മൾ വൃത്തിയാക്കേണ്ട സ്ഥലം അത് ഒരുപാട് സമയം എടുക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ 4ആയി ഡിവൈഡ് ചെയ്യാം, അതല്ലെങ്കിൽ 2ആയി ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ടാസ്ക് പോലെ നമ്മൾ ഏറ്റെടുക്കുക. ഇന്ന് ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഇത് വൃത്തിയാക്കും, ഇത് ക്ലീൻ ചെയ്യും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അതിനൊരു ടൈം നിശ്ചയിക്കുക. 1 മണിക്കൂർ ടൈം നിശ്ചയിക്കുക. പക്ഷെ നമുക്ക് 1 മണിക്കൂർ സമയം തന്നെ നമുക്ക് ആവശ്യം വരില്ല. അരമണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു ടാസ്ക് ഞാൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ വീടിന്റെ വാർപ്പിന്റെ മുകളിൽ അതൊന്ന് ഞാൻ ക്ലീൻ ചെയ്യുകയാണ്. 1 മണിക്കൂർ സമയമാണ് ഞാൻ അതിന് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും പ്ലീസ് ഫോളോ മീ. കണ്ടോ, ഇതാണ് വീടിൻ്റെ മുകളിലത്തെ അവസ്ഥ. വാർപ്പിൻ മുകളിൽ ഒരുപാട് സ്ഥലത്ത് ചവറുകൾ കെട്ടിക്കിടക്കുന്നു. അതുപോലെ പല സ്ഥലങ്ങളും വെള്ളം കെട്ടി നിൽക്കുന്നു. ആകെ വൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതെല്ലാം അരമണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ വൃത്തിയാക്കണം എന്നതാണ്. 1 മണിക്കൂർ സമയമാണ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിലും നമുക്കൊരു അരമണിക്കൂർ സമയം മതിയാകും ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് അത് വൃത്തിയാക്കൽ പരിപാടി നമുക്ക് ആരംഭിക്കാം.
അപ്പോൾ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ 25 മിനിറ്റ് സമയമെടുത്തുകൊണ്ട് നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കിയിരിക്കുകയാണ്. ചപ്പുചവറുകളെല്ലാം നീക്കം ചെയ്തു. ഇപ്പോഴും ചില ചവറുകൾ കിടന്നതിൻ്റെ ചില അടയാളങ്ങൾ, ചില കറുപ്പ് കളറുള്ള ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും കാണാൻ സാധിക്കും. അത് നന്നായി വെള്ളമടിച്ച് കഴുകിയാൽ മാത്രമേ പോകുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു പോർഷൻ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ക്രോസ് വാക്കിംഗ് ചെയ്യാം. ഇതൊരു മാജിക് ജിമ്മാണ്. ഇതിൽ 15 തരം വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് വലിയൊരു ബോഡി ബിൽഡർ ഉദ്ദേശിച്ചല്ലെങ്കിലും സാധാരണ ഒരു ഫിറ്റ്നസ് ഉദ്ദേശിക്കുന്ന ആർക്കും ഇത് ചെയ്യാൻ നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകരണമാണിത്. ഇതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ക്രോസ് വാക്കിംഗ് ആണ്. ഇത് കൂടാതെ 15ഓളം വ്യായാമങ്ങൾ വേറെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ചെയ്യില്ല എന്ന് മാത്രം. കാരണം വേറൊന്നുമല്ല, മടിയാണ്. അപ്പോൾ ക്രോസ് വാക്കിംഗ് കൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. താങ്ക് യു.